ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മളെ ഒരിക്കൽ കൂടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ കർത്താവായ ഈശോ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരികയും നമ്മളേവരെയും ശക്തിപ്പെടുത്തുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ അച്ഛൻ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്ഷമയെക്കുറിച്ചാണ്. ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനുമുള്ള കൃപയെക്കുറിച്ചാണ്. ക്ഷമിക്കുക അല്ലെങ്കിൽ മാപ്പ് ചോദിക്കുക, ഈ ഒരു വിഷയം എടുക്കുവാൻ കാരണങ്ങളിലൊന്ന്, കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ ഷാലോം ടൈംസിൽ ഷെവലിയർ ബെന്നിപുന്നത്ര സാറിൻ്റെ ഭാര്യ ശ്രീമതി സ്റ്റെല്ല ബെന്നി ഒരു ലേഖനം എഴുതുകയുണ്ടായി. ആ ലേഖനത്തിന് കൊടുത്ത പേര് ആർഷഭാരതമേ മാപ്പ്. അപ്പോൾ ഞാനത് വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആർഷഭാരതമേ മാപ്പ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആർഷഭാരതത്തിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത്? ഈ ഭാരതത്തിൽ ഏകദേശം 3% വരുന്ന ക്രിസ്ത്യാനികൾ ഭാരതത്തിന് കൊടുക്കുന്ന സംഭാവന മറ്റുള്ള എല്ലാവരേക്കാളും വലുതാണ്. ഏകദേശം 95ഓളം ജനങ്ങൾക്ക് അനുഭവിക്കത്തക്ക വിധത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ, ആതുര ശുശ്രൂഷ മേഖലകളിൽ, സാമൂഹ്യ ശുശ്രൂഷ മേഖലകളിൽ വളരെ തനതായ വ്യക്തിത്വം ഉള്ള ഒരു വിഭാഗമാണ് ക്രിസ്ത്യാനികൾ. പിന്നെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? എന്തുകൊണ്ട് ശ്രീമതി സ്റ്റെല്ല ബെന്നി ആർഷഭാരതമേ മാപ്പ് എന്ന് പറയാൻ കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ്, തുടർന്ന് അതിൽ എഴുതിയിരിക്കുകയാണ്, ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലടുത്തുള്ള ജാലിയൻ വാലാബാഗ് എന്ന ആ സ്ഥലത്ത് ഒറ്റവാതിലുള്ള ഒരു കോട്ടയ്ക്കുള്ളിൽ നിരപരാധികളും ആയ ഒരുപാട് മനുഷ്യർ, സ്ത്രീകളും കുട്ടികളും നിരായുധരായിട്ടുള്ളവർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരുടെ മേൽ ക്രിസ്ത്യാനികൾ എന്ന പേരുള്ള നാമവാഹകരായ ബ്രിട്ടീഷുകാർ അവിടെ യാതൊരുവിധ മുന്നറിയിപ്പും കൊടുക്കാതെ ആ നിരപരാധികളെ വെടിവെച്ച് കൊന്നതിൻ്റെ ആ വേദന ഇവിടെ ഏകദേശം 100 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ, ക്രിസ്തു ശിഷ്യരെന്ന് വിളിക്കപ്പെടേണ്ട ഒരു കൂട്ടർ നടത്തിയ അതിക്രൂരവും അതിഭയാനകവുമായിട്ടുള്ള ആ വലിയ ദുരന്തത്തിന് ലോകത്തിൻ്റെ മനസാക്ഷിയോട്, ഭാരതത്തിൻ്റെ മനസാക്ഷിയോട്, ഒരു സഭയുടെ മകള്, ഒരു ക്രിസ്തുവിൻ്റെ അനുയായി എന്ന രീതിയിൽ ആ സഹോദരി മാപ്പ് ചോദിക്കുന്നതാണ് ഈ ആർഷഭാരതമേ മാപ്പ് എന്ന ലേഖനത്തിലൂടെ വായിക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാപ്പിന് അല്ലെങ്കിൽ ക്ഷമിക്കുന്നതിന്, ക്ഷമ ചോദിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്കാണുള്ളത്. പലപ്പോഴും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മാപ്പ് ചോദിക്കലും ക്ഷമിക്കലുമെല്ലാം ഒരുതരം ഡ്യൂപ്ലിക്കറ്റ് ക്ഷമയും ഡ്യൂപ്ലിക്കറ്റ് മാപ്പുകളുമായി മാറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തിലും പലപ്പോഴും
ഡ്യൂപ്ലിക്കേറ്റ് മാപ്പുകൾ ചോദിക്കുകയും ഡ്യൂപ്ലിക്കേറ്റ് ക്ഷമയും ഒക്കെ പറയുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനിയെക്കുറിച്ച്, ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി? ഈശോ നമ്മെ പഠിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ലോകം അറിയട്ടെ നിങ്ങൾ എൻ്റെ അനുയായികളാണെന്ന്. അപ്പോൾ ക്രിസ്തുവിൻ്റെ അനുയായികളാകാൻ കാരണങ്ങളിൽ ഒന്ന്, ഒരു കണ്ടീഷൻ, നാം പരസ്പരം വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കണമെന്നാണ്. സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ നൽകിയ നിർവചനവും ക്ഷമയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 4-ാമത്തെ വാക്യത്തില് വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. അതായത് വ്യവസ്ഥകളില്ലാതെ, കണ്ടീഷൻ ഇല്ലാതെ ക്ഷമ ചോദിക്കുന്നതാണ് സ്നേഹം. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര സ്നേഹമാണെങ്കിൽ വിശുദ്ധ പൗലോസ്ലീഹ സ്നേഹത്തിന് നിർവചനം കൊടുത്തിരിക്കുക. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. സ്നേഹം ദയയാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല. സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല. സ്നേഹം അനുചിതമായി മറ്റുള്ളവർക്ക് വെറുപ്പ് വരുന്ന രീതിയിൽ സ്നേഹം പെരുമാറുന്നില്ല. സ്നേഹം സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സ്നേഹത്തെക്കുറിച്ച് പറയാമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളുമാണ്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, കൃപകൾ? അതായത് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ദാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഫലങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് നാം കേൾക്കുന്നത്? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, കരുണ, എളിമ, ആത്മസംയമനം, സൗമ്യത. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം ആനന്ദഭരിതമാകുവാൻ, നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകുവാൻ, നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാനുള്ള ഒരു കൃപ, ക്ഷമ ചോദിക്കുവാനുള്ള കൃപ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. നമ്മുടെ ലോകപ്രശസ്തനായ ജോൺ എഫ് ചെറിയവള്ളി അച്ഛൻ തൻ്റെ ദിവ്യധ്യാനം എന്ന പുസ്തകത്തിൽ 2 സുഹൃത്തുക്കളുടെ കഥ പറയുന്നുണ്ട്. നമുക്ക് ആ സുഹൃത്തുക്കളെ ഇങ്ങനെ പേര് വിളിക്കാം: വർഗീസ് എന്നും ജോസഫ് എന്നും. ഇവർ വലിയ സുഹൃത്തുക്കളാണ്. ഈ ജോസഫിൻ്റെ മകളുടെ കല്യാണത്തിനായി കുറച്ച് പണമൊക്കെ അദ്ദേഹം സ്വരൂപിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതറിയാമായിരുന്ന വർഗീസ് ഒരു ദിവസം വന്ന് തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു: സുഹൃത്തെ, എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണം. നീ നിന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന പണത്തിൽ നിന്ന് കുറച്ച് എനിക്ക് തരാമോ? അപ്പോൾ ജോസഫ് ചേട്ടൻ പറഞ്ഞു: സഹോദര, സുഹൃത്തെ, നിനക്കറിയാമല്ലോ എൻ്റെ മകളുടെ കല്യാണം അടുത്തിരിക്കുകയാണ്. ആ മകളുടെ കല്യാണത്തിൻ്റെ ആ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് ആവശ്യമായ പണമാണ്. അപ്പോൾ അത് ഞാൻ നിനക്ക് തരികയാണെങ്കിൽ നീ എനിക്ക് കൃത്യസമയത്ത് തിരിച്ചു തരണം. അപ്പോൾ അങ്ങനെ ഈ സുഹൃത്ത് സമ്മതിച്ചു. എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം എന്നുണ്ടെങ്കിൽ ആ പണം തിരികെ കൊടുത്തുകൊള്ളാമെന്ന്. അങ്ങനെ ഏകദേശം ഒരു 10-25,000 രൂപയോളം അദ്ദേഹം വാങ്ങിച്ചു കൊണ്ടുപോയി. ഈ ജോസഫ് ഏട്ടൻ്റെ മകളുടെ കല്യാണമായി. എൻഗേജ്മെൻറ്റ് അടുക്കുംതോറും ഈ സുഹൃത്ത് പണം തിരികെ തരാത്തത് കൊണ്ട് എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം ഈ സുഹൃത്ത് ചെന്ന് ഈ വർഗീസിനോട് പണം ചോദിച്ചു. എടാ, നാളെ എൻ്റെ മകളുടെ എൻഗേജ്മെൻ്റ് ആണ്. ഞാൻ നൽകിയ പണം നീ എനിക്ക് എത്രയും വേഗം തിരിച്ചു തരണം. ഈ ജോൺ എഫ് ചെറിയവള്ളി അച്ഛൻ എഴുതിയിരിക്കുന്നത് ഈ വർഗീസ് പണം കൊടുത്തില്ല എന്ന് മാത്രമല്ല, പെട്ടെന്ന് പ്രകോപിതനായി ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി ഈ ജോസഫിനെ വെറും കൈയോടെ പറഞ്ഞയച്ചു. അങ്ങനെ കല്യാണം മുടങ്ങി, എൻഗേജ്മെന്റ് നടന്നില്ല.
ഈ ജോസഫ് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നടക്കുകയാണ്. ഉള്ളില് വെറുപ്പും വിദ്വേഷവും പകയും, ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ വക്കത്തായി. ഏറ്റവും വലിയ സങ്കടം, എൻ്റെ സുഹൃത്ത് എന്നോടിത് ചെയ്തല്ലോ, എന്നെ പറ്റിച്ചല്ലോ, എന്നെ ഇങ്ങനെ ചതിച്ചല്ലോ എന്നോർത്ത് ഉള്ളിലിങ്ങനെ വിദ്വേഷം വെച്ച് പുലർത്തി അവസാനം വിദ്വേഷം വന്ന് നിറഞ്ഞപ്പോൾ ജോസഫിൻ്റെ മേൽ സാത്താൻ ആവഹിക്കുകയും ആത്മഹത്യയുടെ ദുർപ്രേരണകൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള ചിന്തയിൽ നടക്കുമ്പോഴാണ് ഒരു ശുശ്രൂഷകനെ കണ്ടുമുട്ടിയത്. ആ ശുശ്രൂഷകൻ പറഞ്ഞു, ജോസഫേ, നിന്റെ മനസ്സിൻ്റെ മുഴുവൻ അസ്വസ്ഥതകളും, നിന്റെ മനസ്സിനേറ്റ മുറിവുകളും, നിന്റെ ആകുലതകളും വിദ്വേഷവും വെറുപ്പും പകയും പോകുവാൻ നീ ഒരു ധ്യാനം കൂടണം. അങ്ങനെ ജോസഫ് ധ്യാനം കൂടാനായിട്ട് പോയി. ധ്യാന സമയത്ത് ദൈവാത്മാവ് അദ്ദേഹത്തിൻ്റെ മേൽ ഇറങ്ങി വരികയും ദൈവാത്മാവിൻ്റെ കൃപയായ ക്ഷമിക്കാനുള്ള വലിയ ഒരു കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ഫലം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ധ്യാനം കഴിഞ്ഞ് നേരെ പോയത് തൻ്റെ സുഹൃത്തിനെ കാണാനാണ്. ആ വർഗീസ് എന്ന സുഹൃത്തിനോട് ചെന്ന് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നീ എന്നോട് ക്ഷമിക്കണം. നീ എൻ്റെ പണം തരാതിരുന്നത് കൊണ്ട് എനിക്ക് നിന്നോട് തീർത്താ പകയായിരുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ എനിക്ക് ക്രിസ്തുവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം. നമുക്ക് പഴയതുപോലെ സുഹൃത്തുക്കളാകാം. ഇനി എന്നെ കാണുമ്പോൾ നീ വഴിമാറി നടക്കേണ്ട ആവശ്യമില്ല. ഇതും പറഞ്ഞ് ജോസഫ് തൻ്റെ വീട്ടിലേക്ക് പോയി. ആ സമയത്ത് വർഗീസ് ഒന്നും പറഞ്ഞില്ല, എങ്കിലും ഉള്ളിൽ വലിയ സന്തോഷമായി. അതായത് ഒരു ധ്യാനം മൂലം എനിക്കിതാ വലിയ നേട്ടം വന്നിരിക്കുകയാണ്. ഇനി ആ പണത്തെക്കുറിച്ചോർത്ത് എനിക്ക് മനസാക്ഷി കുത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇനി എനിക്ക് പണം തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ധ്യാനം മൂലം എനിക്ക് വലിയൊരു നേട്ടവുമുണ്ട്, എൻ്റെ സുഹൃത്തിനെയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചിന്തയിലാണ് അന്ന് വർഗീസ് കിടക്കാനായിട്ട് പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോൺ എഫ് ചെറിയവള്ളി അച്ഛൻ എഴുതുകയാണ്, അന്ന് വർഗീസിന് ഉറങ്ങാൻ സാധിച്ചില്ല. രാത്രി വളരെയധികം വൈകിട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടന്നു. ഭാര്യ ചോദിച്ചു, എന്താ മനുഷ്യൻ, നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ? പക്ഷെ മനസ്സ് വളരെ അസ്വസ്ഥമായതുകൊണ്ട് അദ്ദേഹത്തിന് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ ചാടി എഴുന്നേറ്റ് ഈ തലയിലെ മരവിപ്പും മനസ്സിലെ അസ്വസ്ഥതകളും മാറുവാൻ കുറച്ച് തണുത്ത വെള്ളമെടുത്ത് കുളിക്കാമെന്ന് കരുതി തണുത്ത വെള്ളമെടുത്ത് കുളിച്ചിട്ടും ഈ വെള്ളം ഒഴുകുമ്പോൾ തലയിലെ ചൂട് വിട്ടുപോകുന്നില്ല. കാരണം തണുത്ത വെള്ളം തൻ്റെ തലയിൽ വീഴുന്നത് തീക്കട്ട വീഴുന്നതിന് തുല്യമായ അനുഭവമാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി അദ്ദേഹത്തിനോട് പറഞ്ഞത്, നീ നിന്നോട് ക്ഷമിച്ച നിന്റെ ആ സുഹൃത്തിനോട് വലിയ അന്യായമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ മനസമാധാനത്തിന് വേണ്ടി വർഗീസ് ധ്യാനം കൂടാൻ പോകുകയാണ്. ധ്യാനം കഴിഞ്ഞ് താൻ പറ്റിച്ച, താൻ ചതിച്ച് കരസ്ഥമാക്കിയ പണത്തിനു പകരം കൂടുതൽ തുക കൊടുത്തുകൊണ്ട് ആ സുഹൃത്തിനോട് ചെന്ന് പറഞ്ഞു, ഇതാ ഞാൻ നിന്നെ പറ്റിച്ച് നേടിയ തുക, അതിലധികമുണ്ട്. എൻ്റെ സുഹൃത്തെ, നീ എന്നോട് ക്ഷമിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആന്തരികമായിട്ടുള്ള വലിയ സൗഖ്യമാണ് ആ രണ്ടു പേർക്ക് ലഭിച്ചത്. ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനുമുള്ള കഴിവ് ദൈവം നൽകുന്ന കപ്പാസിറ്റിയാണ്, ദൈവം നൽകുന്ന കഴിവാണ്. മാനുഷികമായിട്ട് എളുപ്പമല്ല തന്നെ വേദനിപ്പിക്കുന്നവരോട്, തന്നെ ചതിച്ച ഭർത്താവിനോട് ക്ഷമിക്കുക, തന്നെ ഒറ്റപ്പെടുത്തിയ ഭർത്താവിനോട്, ഭർത്താവിൻ്റെ വീട്ടുകാരോട്, തങ്ങളുടെ സുഹൃത്തുക്കളോട് ക്ഷമിക്കുക. അത്ര എളുപ്പമുള്ള കാര്യമല്ല.
തന്നെ ചതിച്ച, തന്നെ വഞ്ചിച്ച, തന്നെ വിട്ടുപോയ, തന്നെ ദ്രോഹിച്ചവരോട്, തന്നെ ദ്രോഹിക്കുന്ന ഭാര്യയോട്, മക്കളോട്, അയൽക്കാരോട്, ബന്ധുമിത്രാദികളോട് ക്ഷമിക്കാൻ സാധിക്കുക എന്നത് ഒരു കഴിവാണ്. ആ കഴിവ് മാനുഷികം എന്നതിനേക്കാൾ അപ്പുറം ദൈവികമാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ ഒരു കൃപയാണ് ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനുമുള്ള കഴിവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷമയുടെ ഉറവിടം ദൈവമാണ്. ആ ക്ഷമിക്കാനുള്ള കഴിവ് നൽകുന്നത് ഇതിൻ്റെ ഉറവിടമായ ദൈവമാണ്. എന്നാൽ പശ്ചാത്താപിക്കുന്ന പാപിയോട് ക്ഷമിക്കുന്നതാണ് സ്നേഹമെന്ന് സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്. നമ്മളോട് ഇങ്ങനെ പശ്ചാത്താപിച്ചോ അനുതപിച്ചു വരുന്ന, കാരണം അനുതാപത്തിൻ്റെ സുവിശേഷം കേൾക്കുന്നവർക്കാണ് പാപമോചനം കിട്ടുന്നത്. അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനാണ് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത്. യേശുക്രിസ്തു അനുതപിക്കുന്ന പാപികളോട് ക്ഷമിക്കാനുള്ള അധികാരമാണ് തൻ്റെ അപ്പോസ്തലന്മാരിലൂടെ സഭയുടെ പൗരോഹിത്യത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുമ്പസാരക്കൂട് ദൈവത്തിൻ്റെ ദാനമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. മഹാനായ സോളമൻ രാജാവ് പോലും ദൈവത്തിനോട് ക്ഷമ ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്: എൻ്റെ ദൈവമേ, ഈ ദാസനും അങ്ങയുടെ ജനവുമായ ഇസ്രയേലും ഇവിടെ സമർപ്പിക്കുന്ന യാചന സ്വീകരിക്കണമേ. അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. സോളമൻ രാജാവിൻ്റെ വളരെ പ്രശസ്തമായ പ്രാർത്ഥനയാണ്: എൻ്റെ ദൈവമേ, അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. നമ്മുടെ ദൈവം ദുഷ്ടനായ ഫറവോനോട് പോലും ക്ഷമിക്കുന്ന ദൈവമാണ്. എല്ലാ ക്ഷമയുടെ ഉറവിടമായ ദൈവം ദുഷ്ടനായ ഫറവോൻ അനുതപിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൻ്റെ മേൽ പതിച്ചിരുന്ന ബാധകളെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ ബാധകളെ ഒഴിവാക്കുന്ന ദൈവത്തെ പഴയ നിയമത്തിൽ നാം കണ്ടുമുട്ടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷമ എന്ന് പറയുന്ന കഴിവിന് സഹനം, കാത്തിരിപ്പ് എന്നീ അർത്ഥങ്ങൾ കൂടിയുണ്ട്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു കഴിവ്, അത് സഹനമാണ്. കാരണം ആ മുറിവുകൾ, നമ്മളെ ദ്രോഹിച്ചവർ, നമ്മളെ പീഡിപ്പിച്ചവർ, നമ്മളെ വേദനിപ്പിച്ചവർ, അപ്പോൾ അവിടെ ഒരു സഹനമുണ്ട്. ആ സഹനം ഏറ്റെടുത്തുകൊണ്ട് തനിക്ക് ദൈവം നൽകിയ കൃപയിലൂടെ നഷ്ടപ്പെട്ട ആത്മാക്കളെ, നഷ്ടപ്പെട്ട ബന്ധങ്ങളെ, ജീവിതത്തിൽ വന്ന് നഷ്ടപ്പെട്ടു പോയ ആ കുടുംബജീവിതത്തെ വീണ്ടും തുന്നിച്ചേർക്കുവാൻ ഈ കൃപയ്ക്ക് കഴിവുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുന്നത് യേശുക്രിസ്തു ക്ഷമിച്ചതുപോലെ ഈ മറ്റുള്ളവരോട് ക്ഷമിക്കാനാണ്. യേശുക്രിസ്തു കുരിശിൽ തൂങ്ങി തൻ്റെ ചങ്കു കുത്തി തുറന്ന പട്ടാളക്കാരോട് ക്ഷമിച്ചതുപോലെ, അതും വ്യവസ്ഥകളില്ലാതെ, യാതൊരു വ്യവസ്ഥകളും വയ്ക്കാതെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പോലും ശത്രുക്കളോട് ക്ഷമിക്കുന്ന ക്രിസ്തുവിൻ്റെ അനുയായികളായ നാം ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും, കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭോജനവും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കണം, കാത്തുപാലിക്കണം. പിന്നെ തുടർന്ന് പറയാം: ഒരാൾക്ക് മറ്റുള്ളവരോട് ഏതെങ്കിലും തരത്തിൽ പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. നമുക്ക് പരസ്പരം ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുക,
പരസ്പരം ക്ഷമിച്ച് സൗമ്യതയോടുകൂടി നാം ജീവിക്കണമെന്ന് പഠിപ്പിക്കുക. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണം. കർത്താവ്, അത് ദൈവത്തിൻ്റെ പുത്രൻ, നമുക്ക് നമ്മുടെ മരണത്തെ തോൽപ്പിച്ചവൻ, നമ്മുടെ രക്ഷകൻ ക്ഷമിച്ചതുപോലെ നാം പരസ്പരം ക്ഷമിക്കണം. അതായത് ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് ക്ഷമ. ഒരാൾ ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോൾ തൻ്റെ സഹോദരങ്ങളോടോ മറ്റുള്ളവരോടോ ഉള്ളിൽ വെറുപ്പ്, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് തന്നോട് വെറുപ്പുണ്ട് എന്ന് കണ്ടാൽ പോലും അവനോട് പോയി ക്ഷമ ചോദിക്കണമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്, എഫേസൂസ് 4:32, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. അപ്പൊ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ അകൃത്യങ്ങള്, നമ്മുടെ സ്വാർത്ഥത, ഞാനെന്ന ഭാവം, നമ്മുടെ അഹങ്കാരം, നാം കാണിച്ചിരിക്കുന്ന നമ്മുടെ ദുഷ്ടപ്രവൃത്തികള്, ഇതെല്ലാം ക്ഷമിച്ച് നമുക്ക് പ്രസാദപരം ദൈവത്തിൻ്റെ കൃപ വീണ്ടെടുത്ത് നൽകാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ക്രിസ്തു. പൗലോസ് പഠിപ്പിക്കുക, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണം. അപ്പൊ നാം വെറും സൃഷ്ടികളാണ്, ദൈവത്തിൻ്റെ മുൻപിൽ വെറും കീടങ്ങളാണ്. സൃഷ്ടാവായ ദൈവം തൻ്റെ ഏകപുത്രനിലൂടെ നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും ക്ഷമിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളെ ദ്രോഹിച്ചവരോടും നാം ദ്രോഹിച്ചവരോടും ക്ഷമ ചോദിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള വലിയ കൃപയാണ്. തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിൻ്റെ പാദങ്ങൾ കഴുകുന്ന ആ ഗുരുവിനെയാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മളെ അന്ധകാരത്തിൽ കൊണ്ടുപോയി എത്തിക്കും, നമ്മളെ രോഗികളാക്കും, നമ്മളെ മുറിവ് ഒരു ക്യാൻസർ പോലെ ആയിത്തീരും, നമ്മുടെ മുഖത്തിൻ്റെ പ്രകാശം കെടുത്തിക്കളയും, നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം കെടുത്തിക്കളയും. എന്നാൽ ക്ഷമിക്കാനുള്ള കൃപ ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയുടെ ലഭിക്കുമ്പോൾ തന്നെ വലിയൊരു ഡെലിവറൻസാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഡെലിവറൻസ് എന്ന് പറയുന്നത് ഈ ലോകത്തിന് നൽകുന്ന സാധിക്കുന്ന ഡെലിവറൻസ് അല്ല, ഒരു ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഡെലിവറൻസാ. നമ്മുടെ ഉള്ളിലുള്ള പകയും വെറുപ്പുമെല്ലാം പുറത്ത് കളഞ്ഞ് നമ്മുടെ സഹോദരങ്ങളുമായിട്ട് രമ്യതയിൽപ്പെടുമ്പോൾ എന്ത് തന്നെ തിന്മയാണെങ്കിലും ആ തിന്മയ്ക്ക് ബദലായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രജ്വലിപ്പിച്ചുകൊണ്ട് നാം ഒരു ക്ഷമ എന്ന ആ കൃപ ഉൾക്കൊള്ളുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ ഡെലിവറൻസ് നമ്മുടെ കുടുംബത്തിലേക്ക് കിട്ടുക. നമുക്കിപ്പോഴും പ്രാർത്ഥിക്കാം, കർത്താവായ ഈശോയെ, ഞങ്ങൾ മനുഷ്യരാണ്, ഒരുപാട് കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ഉള്ളവരാണ്. നിന്നെപ്പോലെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ വരുന്നുണ്ട്. കർത്താവേ, എന്നാൽ നിന്റെ പരിശുദ്ധാത്മാവിന്, ക്ഷമയുടെ ഉറവിടമായ ദൈവമേ, നിന്റെ കൃപ ഞങ്ങളിലേക്ക് അയക്കണമേ. ഏതുതരം മുറിവുകളാണെങ്കിലും ഏതുതരം ബന്ധനമാണെങ്കിലും ഈ നിമിഷം ഈ ദൈവവചനങ്ങളുടെ ശക്തിയാൽ ഞങ്ങൾ പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, കത്തോലിക്ക സഭയുടെ നാമത്താൽ ഞങ്ങളെ കാർന്ന് തിന്നുന്ന ഈ ദുഷ്ടാരൂപികള്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള്, വേദനിപ്പിക്കുന്ന ചിന്തകള് ഈ നിമിഷം ഞങ്ങളെ വിട്ടുപോകട്ടെ. കർത്താവേ, നിന്റെ നാമത്തിൽ ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാനുമുള്ള വലിയൊരു വിടുതൽ, വലിയൊരു കൃപ ഞങ്ങൾക്ക് ഏവർക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ക്ഷമ എന്ന പുണ്യം നൽകി ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. ആമേൻ.